കൃഷ്ണമുടി പൂവാണേ. നല്ല ഭംഗിയായിട്ട് നിൽക്കും. എന്തൊരു ഭംഗിയാ! ഇതെൻ്റെ വീടും പരിസരമാണ്. ഇതെൻ്റെ നല്ല നല്ല മഴക്കാലത്ത് താമസിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഈ എൻ്റെ രണ്ട് മക്കളെ മക്കൾക്ക് മഹാവികൃതിയാ. ഇന്ന് ജൂലൈ 10-ാം തീയതി അല്ലേ? 11-ാം തീയതി ആയിരുന്നല്ലേ? ഞായറാഴ്ച. 2 ദിവസം ഇവരെയും കൊണ്ട് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ്. എപ്പോഴും വികൃതിയായിരിക്കും. ഇന്ന് പകല് ഇവലെ മാമനുണ്ടായിരുന്നു വീട്ടിൽ. കണ്ട എൻ്റെ മനോഹരമായ വീടിൻ്റെ ഏരിയ കാട് പ്രദേശം. ഈ വീടിന് മേൽക്കൂരയുടെ അവസ്ഥ കാണണം. ഈ മേൽക്കൂരയിൽ ഈ ഷീറ്റ് പോയത് കാരണം എനിക്ക് ചോർന്നൊലിക്കുന്ന അവസ്ഥ. കണ്ട ഷീറ്റൊക്കെ പൊട്ടിപ്പോൾ വീടിൻ്റെ ഇവിടെ ഒരു കൊള്ളിന് ഭയങ്കര ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പറ്റില്ല. എന്നാലും എനിക്ക് ഇവിടെ അടുത്തൊന്നൊരു വീടോ ഒന്നുമില്ല. തൊട്ടടുത്ത് താഴെ തന്നെ ഉണ്ട്. അങ്ങനെ നല്ല മനോഹരമായൊരു വീട് എടുക്കുന്നുണ്ട്. പക്ഷേങ്കിൽ എൻ്റെ വിവാഹം കഴിഞ്ഞത് മുതൽ എൻ്റെ ഞങ്ങൾക്ക് ഒരുപാട് കടബാധ്യത ഉള്ളതുകൊണ്ട് പിന്നെ ഒന്നും നടന്നില്ല. എൻ്റെ ഒരു അറേഞ്ച് മാരേജ് ആയിരുന്നു. പക്ഷേങ്കിൽ എന്താ പറയുക, ഇന്ന് പണത്തിനും സ്വർണത്തിനും വേണ്ടിയിട്ട് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഒരുപാട് പെൺകുട്ടികൾ മരണമായിരുന്നു. അതേപോലെ തന്നെ ഒരു അവസ്ഥയിലൂടെ ജീവിച്ചു. പക്ഷേ എനിക്ക് അച്ഛനും അമ്മയൊന്നും ഇല്ലാത്തത് കൊണ്ട് സഹോദരനും ഈ 2 മക്കളെയും ഒക്കെ വിചാരിച്ച് മരണം ഒരിക്കലും എൻ്റെ ഈ മൂത്ത മോൾക്ക് അധികം കണ്ണൊന്നും കാണില്ലായിരുന്നു. അവളെ അച്ഛൻ്റെ വീട്ടിൽ നിന്ന് വീണ് തലക്കൊരു പരുക്ക്. പക്ഷേങ്കിൽ അവർ പണം നഷ്ടപ്പെടുന്നതുകൊണ്ട് ചികിത്സിക്കാൻ പിന്നെ എൻ്റെ വിവാഹം നിയമപരമായ രജിസ്റ്റർ ഒന്നും ചെയ്യാതെ കണ്ട് എൻ്റെ വീട്ടുകാരെ പറ്റിച്ചതാണ് അവർ. പക്ഷെ കണ്ട ഇതാണ് എൻ്റെ സഹോദരൻ എടുക്കുന്ന വീടാ താഴെയുള്ളത്. ഇതിൻ്റെ താഴെ ഒരു റോഡാണ്. പക്ഷേങ്കിൽ നടക്കില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. മുന്നിൽ കൂടി വാഹനം പോകുന്നൊരു പോക്കറ്റ് റോഡുണ്ട്. പക്ഷെ ഇവർ 2 പേരുണ്ട്. എൻ്റെ അത്രയും എനിക്ക് അത്രയും ഫീൽ ചെയ്യുന്ന മോളായത്. 10 വയസ്സ് വരെ അസുഖത്തോട് മല്ലടിച്ച് ജീവിച്ച കുട്ടികളെ. മറ്റേ ആൾ പക്ഷേങ്കിൽ ആള് സൂപ്പറാണ്. പക്ഷേ നല്ല പട്ടിണിയാണ്. ഭയങ്കര പട്ടിണി. വിചാരിച്ച സാധനങ്ങളൊന്നും ആൾക്ക് കിട്ടില്ല. പിന്നെ ആഗ്രഹമൊന്നും നടക്കില്ല. അതുകൊണ്ട് ഒരുപാട് വിഷമമൊക്കെ ഉള്ള ആളാണ്. പിന്നെന്താ പറയണ്ടേ, പണത്തിന് വേണ്ടി ഇത് എൻ്റെ നാട് മണിയൂർ പഞ്ചായത്തിലാണ്. ഞങ്ങളൊരു എന്നെ വിവാഹം കഴിച്ചത് മൂരാട് സർഗാലയൊക്കെ അടുത്താണ്. അപ്പോൾ അടുത്തടുത്തുള്ളൊരു രണ്ടും കോഴിക്കോട് ജില്ലയിലാണ്. ഞാൻ വടകര താലൂക്കും ഹസ്ബൻഡിൻ്റെ വീട് കൊയിലാണ്ടി താലൂക്കാണ്. പക്ഷേ എന്ന് പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞതിന് ശേഷം അവർ പറഞ്ഞാൽ ഞങ്ങൾ വിവാഹം രജിസ്റ്റർ ചെയ്യില്ല, എൻ്റെ ഏട്ടനെ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ചതാണ്. പിന്നെ അയാളൊരു മദ്യപാനിയാണ്, ചൂത് കളിക്കാരനാണ്. അങ്ങനെ എനിക്ക് 18 പവൻ്റെ സ്വർണ്ണം അവരെടുത്ത്. പിന്നെ ഒരു വിവരവും ഇല്ല. ഇതൊക്കെയാണിത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ കാട്ടുമുക്കിൽ ജീവിച്ച് പോകാൻ ഈ വീടിൻ്റെ അവസ്ഥ ഉണ്ട്. അവർക്കൊരെല്ലാം തല്ലിപ്പൊളിഞ്ഞ് കിടക്കുക. അതൊക്കെ ഇതാക്കാനും എനിക്ക് വേണ്ടി ഇവർക്ക് വേണ്ടി ഇവർ പട്ടിണി കിടക്കരുതെന്നൊക്കെ പ്രാർത്ഥിക്കും.